ഇന്ന് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് ശേഷം അവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സർട്ടിഫിക്കറ്റ് ഇന്ന് പാർലമെൻറ്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ ഇന്ന് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് സമർപ്പിച്ചു. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ACC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്നുള്ള UDFൻ്റെ തെരഞ്ഞെടുപ്പ് നേതൃത്വം നൽകിയ MLA മാരും DCC പ്രസിഡന്റുമാരും അതുപോലെ മുസ്ലിം ലീഗ് നേതാക്കളും ഉൾപ്പെടെയുള്ള 11 പേരാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും കണ്ട് സംസാരിച്ചത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അവർ ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചതിൽ വളരെ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. ഇപ്പോഴേ നമ്മൾ ഈ നഷ്ടപരിഹാരം വൈകിക്കൊണ്ടിരിക്കുകയാണല്ലോ വയനാട് പാക്കേജില്ല, അത് പ്രിയങ്ക ഗാന്ധി കന്നിപ്രസംഗത്തിൽ ഉൾപ്പെടുത്തുക. ഇവിടെ ഓൾറെഡി പ്രിയങ്ക ഗാന്ധിയോട് നേരത്തെ തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചിട്ടുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ. ആ കാര്യത്തിൽ രാഹുൽ ഗാന്ധി നേരത്തെ 2 തവണ പാർലമെന്റ് സംസാരിച്ചതാണ്. തുടർന്നുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ നടക്കും. അതിൽ എല്ലാ പാർലമെന്റിനകത്തും പാർലമെന്റ് പുറത്തും ഒക്കെ അതിനുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന സമരമുഖങ്ങൾ ഉണ്ടാവും, തർക്കമില്ല. എല്ലാ തരത്തിലുള്ള ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ അതിൻ്റെ സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം UDFൻ്റെ ഇപ്പം പിന്നെ KK അഹമ്മദാജിയും പിന്നെ ബഹുമാനായ ND അപ്പച്ചേട്ടൻ ഉൾപ്പെടെ ഞങ്ങൾ 2 MLA-മാർ ഉൾപ്പെടെ എല്ലാം വയനാട്ടിൽ നിന്നുള്ള KLP ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ട്. പിന്നെ വയനാട്ടിൽ ഞങ്ങൾ ഒരു ദിവസത്തെ ഹർത്താലും ഞങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉൾപ്പെടെ ഞങ്ങളത് കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ ഇന്ന് വേറെ പ്രക്ഷോഭം നടക്കുകയാണ്. തുടർ പ്രക്ഷോഭങ്ങൾ വയനാട്ടിൽ വളരെ സീരിയസ് ആയി നടക്കുകയാണ്. അതോടൊപ്പം ഏതൊക്കെ തലത്തിൽ ഡൽഹിയിലും പാർലമെൻറ്റിനകത്തും പുറത്തുമൊക്കെ ഓൾറെഡി രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചതായ പാർലമെൻറ്റിനകത്തെ ഇതിനു വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തൽ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകും. കേന്ദ്രം കാണിക്കുന്ന ഈ മനുഷ്യത്വരഹിതമായ സമീപനം തിരുത്തിക്കാൻ ആവശ്യമായ നടപടികൾക്ക് നേതൃത്വം കൊടുക്കും. അത് അവരുടെ പ്രതികരണമൊക്കെ അവർ നടത്തി കഴിഞ്ഞല്ലോ, ഓൾറെഡി നടത്തി കഴിഞ്ഞു. ഈ വരുന്ന 31 ദിവസങ്ങളിൽ 7 നിയോജകമണ്ഡലങ്ങളിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വോട്ടർമാരോട് നന്ദി പറയുന്നതിന് വേണ്ടി എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുന്ന കേന്ദ്രങ്ങളിൽ വെച്ച് അവർ നന്ദി രേഖപ്പെടുത്തും. 2 ദിവസ സന്ദർശനമാണ് ഇപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ശനി ഞായർ ദിവസങ്ങളിലാണ് ഒഴിവുള്ളത്. വെള്ളിയാഴ്ച വരെ പാർലമെൻറ്റുണ്ട്, തിങ്കളാഴ്ചയും പാർലമെൻറ്റുണ്ട്. ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് 2 ദിവസം ആദ്യം വന്ന് എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും നന്ദി പറയുന്ന പ്രോഗ്രാം സംഘടിപ്പിക്കും. വയനാട് പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നതാണ്. പാർലമെന്റിനകത്ത് വിഷയം രാഹുൽ ഗാന്ധി പലതവണ ഉന്നയിച്ചതാണ്. ഇനി പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായി മുമ്പിലുണ്ടാവും. അതിൽ രാഹുൽ ഗാന്ധി നേരത്തെ ജനപ്രതി എന്ന രീതിയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഉന്നയിച്ചു. ഇനി പ്രിയങ്ക ഗാന്ധിയും അതിൻ്റെ സമരമുഖങ്ങളിൽ ഓൾറെഡി ഉണ്ട്. അത് ആ ദൗത്യം ഞങ്ങൾ മുന്നോട്ട് നീക്കും, അത് പരിഹരിച്ചിരിക്കും. ഇത്രയും ദിവസമായി 400 അതായത് ദിവസങ്ങൾ കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഒരു സഹായവും ലഭിച്ചിട്ടില്ല. പിന്നെയും കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു അലസത ഉള്ളത്? ഇല്ല, കോൺഗ്രസിന് ആരാ പറഞ്ഞ കോൺഗ്രസിന് അലസതയുണ്ടെന്ന്? പ്രധാനമന്ത്രി വന്ന ദിവസം ഞാൻ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റാണല്ലോ, പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തു. രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ 2 തവണ ഉന്നയിച്ചു. ഞങ്ങളവിടെ ഹർത്താൽ നടത്തി, ഞങ്ങൾ ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ഞങ്ങൾ സമരം ഇന്നും നടക്കുകയാണ്, തുടർ സമരങ്ങൾ ഇനിയും നടക്കുകയാണ്. ഞങ്ങൾ ആരാ പുറകോട്ട് പോയത്? അസംബ്ലിക്കകത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ഒരാളാണ് ഞാൻ. അസംബ്ലിയിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ യുനാനിമസ് റെസൊല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളിൽ പങ്കാളികളായ ആളുകളാണ് ഞങ്ങൾ. 1 ഇഞ്ച് പുറകോട്ട് പോകില്ല എന്നുള്ളത് മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ പാളിച്ചയുണ്ട്, സംസ്ഥാനത്തിൻ്റെ പാളിച്ചയുണ്ട്. 2 പാളിച്ചകൾക്കുമെതിരായി പുനരധിവാസം പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സർവ്വശ്രമങ്ങൾക്കും നേതൃത്വം കൊടുക്കും. അത് നടത്താൻ ആവശ്യമായ നടപടികളിൽ പങ്കാളിത്തം വഹിക്കും. സംസ്ഥാന സർക്കാർ പാളിച്ചകളുണ്ട്, കേന്ദ്ര സർക്കാരിന് അതീവ ഗുരുതരമായ പാളിച്ചകളുണ്ട്. ഇത് രണ്ടും തിരുത്തിക്കാനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള പ്രക്ഷോഭം എല്ലാ തലത്തിലും നടക്കും.